കുറെ കാലം മുൻപ് വരെ വിദേശത്ത് പോവുക എന്നാൽ മലയാളികൾക്ക് അമേരിക്കയിലോ UK-യിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ പോകുക എന്നായിരുന്നുവെങ്കിൽ ആ ഓപ്ഷനുകൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ വളരെ മികച്ച മറ്റു രാജ്യങ്ങളിലോട്ട് പോകാനാണ് യങ് ജനറേഷന് താല്പര്യം. പലരും യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് ഒതുങ്ങുമ്പോൾ അതിനേക്കാൾ വളരെ മികച്ച അധികം മലയാളികൾ എത്തിപ്പെടാത്ത ഒരു രാജ്യമാണ് ഫിൻലൻഡ്. എന്തുകൊണ്ടാണ് ഫിൻലൻഡ് ഉൾപ്പെടെയുള്ള സ്കാൻഡിനേവിയൻ കൺട്രികൾ സെലക്ട് ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഫിൻലൻഡിന്റെ തലസ്ഥാനമായ ഹെൽസിങ്കിയിലാണ്. ഫിൻലൻഡ്, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള സ്കാൻഡിനേവിയൻ കൺട്രികളാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷം നൽകുന്ന രാജ്യങ്ങൾ. ലോക രാജ്യങ്ങളുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് പുറത്തു വരുമ്പോൾ ഒന്നാം സ്ഥാനത്തെത്തുക ഫിൻലൻഡാണ്. എന്തുകൊണ്ടാണ് ഫിൻലൻഡിലെ ജനങ്ങൾ ഇത്രയധികം ഹാപ്പി ആയിരിക്കുന്നത്? അതോടൊപ്പം തന്നെ നിങ്ങൾ ഫിൻലൻഡിൽ വന്ന് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ലഭിക്കുക? എന്താണ് ഈ ഹാപ്പിനെസിന്റെ എല്ലാം ഉറവിടം? നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണെങ്കിൽ അവിടെയായിരിക്കും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സന്തോഷം. ഫൈനാൻഷ്യൽ പവറിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് സൗകര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ മുന്നിലാണെങ്കിലും സന്തോഷത്തിന്റെ കാര്യത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ വളരെ പിന്നിലാകുമ്പോഴാണ് സ്കാൻഡിനേവിയൻ കൺട്രിയായ ഫിൻലൻഡ് 7ാം തവണയും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 143 സ്ഥാനങ്ങളാണുള്ളത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. അതിനർത്ഥം ഇന്ത്യയിലെ ജനങ്ങൾ എത്രത്തോളം ഹാപ്പി അല്ല എന്നാണ്. 23ാം സ്ഥാനത്ത് മാത്രമാണ് അമേരിക്ക. ആ സ്ഥാനത്താണ് സ്കാൻഡിനേവിയൻ കൺട്രിയായ ഫിൻലൻഡ് എല്ലാ സമയത്തും ഒന്നാമതെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹാപ്പിനെസിന്റെ ഉറവിടം അന്വേഷിച്ച് ഞാനിപ്പോൾ ഫിൻലൻഡിലെത്തിയതും ഫിൻലൻഡിന്റെ തലസ്ഥാനമായ ഹെൽസിങ്കിയിൽ കുറെ നാൾ താമസിക്കാമെന്ന് കരുതിയതും. ഇവിടെ വന്നപ്പോൾ തന്നെയാണ് ആ സന്തോഷം നമുക്ക് അനുഭവിച്ചറിയാനായത്. ഏറ്റവും പ്രധാന കാരണങ്ങളെന്ന് വെൽ ട്രസ്റ്റഡ് ഡെമോക്രസിയാണ്. ഒരു രാജ്യത്തെ ഗവൺമെന്റിനോട് ജനങ്ങൾക്കുള്ള വിശ്വാസം അത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടെ വളരെ കൂടുതലാണ്. ഗവൺമെന്റിന് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വവും അതിനനുസരിച്ച് വളരെ വലുതാണ്. എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റ് റെസ്പോൺസിബിൾ ആയി മാറുന്ന ആ നിയമങ്ങളാണ് ഇവിടെയുള്ളത്. നമ്മുടെ നാടുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ആ ഒരു സിസ്റ്റമാണ് ഇവിടെ ഗവൺമെന്റ് സെക്ടറിൽ നിലനിൽക്കുന്നത്. എന്ത് കാര്യങ്ങൾക്കും ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്യാനും ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഒരു സംവിധാനം ഇത്രയധികം നിലനിൽക്കുന്നത് മറ്റൊരു രാജ്യങ്ങളിലുമില്ല. സ്വന്തം വീട്ടുകാരെ പോലെ ഗവൺമെന്റ് ജനങ്ങളെ സംരക്ഷിക്കുന്ന ആ ഒരു സമീപനമാണ് ഇവിടെയുള്ളത്. എന്ത് പ്രശ്നങ്ങൾക്കും ഗവൺമെന്റിനെ സമീപിക്കാൻ പറ്റുന്ന ആ ഒരു സ്വാതന്ത്ര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പബ്ലിക് സർവീസ് എന്നാൽ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിന് ഗവൺമെന്റ് ജോലി ലഭിക്കണമെന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ സ്ട്രീറ്റിലൂടെ പോവുകയാണെങ്കിൽ ആരെങ്കിലും കാപ്പി കുടിച്ച ഒരു പേപ്പർ കപ്പ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റ് ബിന്നിൽ ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കാണുന്ന ഏതൊരു വ്യക്തിയും അതിനകത്ത് ബിന്നിലോട്ട് ഇടുന്ന ആ ഒരു കാഴ്ച ജനങ്ങൾക്ക് സന്തോഷം വെറുതെ ലഭിക്കില്ല. അതിനുവേണ്ടി ഗവൺമെന്റിന്റെ പങ്ക് വളരെ വലുതാണ്. ലോ കറപ്ഷനുള്ള യാതൊരു തരത്തിലുള്ള അഴിമതികളുമില്ലാത്ത ഭരണമാണ് ഫിൻലൻഡിലുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഗവൺമെന്റിലുള്ള ആ ഒരു ട്രസ്റ്റും വളരെയധികം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലാണെങ്കിൽ എല്ലാവർക്കുമുള്ള വലിയൊരു മാനസിക സമ്മർദ്ദമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ. അവരുടെ സ്കൂൾ എഡ്യൂക്കേഷൻ ഫ്രീ ആണെങ്കിലും അതിനുശേഷം കോളേജ് ലെവലിലോട്ടുള്ള വിദ്യാഭ്യാസത്തിന് വലിയൊരു തുക കണ്ടെത്തേണ്ടി വരും. അതിന് ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടിവരും. ഇതൊക്കെ ഓർത്ത് പലരും മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുമ്പോൾ ഫിൻലൻഡിൽ എത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരം യാതൊരു ടെൻഷന്റെയും ആവശ്യമില്ല. നിങ്ങൾക്ക് എത്ര പഠിക്കാമോ അത്രയും എഡ്യൂക്കേഷൻ സൗജന്യമായി നൽകുന്ന രാജ്യമാണ് ഫിൻലൻഡ്. സ്കൂൾ എഡ്യൂക്കേഷൻ മാത്രമല്ല കോളേജ് ലെവൽ എഡ്യൂക്കേഷനും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു രാജ്യം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി യാതൊരു ക്യാഷും സേവ് ചെയ്ത് വെക്കേണ്ടതില്ല. അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എത്ര ഹയർ ലെവൽ വേണമെങ്കിലും പഠിക്കാനുള്ള സൗകര്യമാണ് ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്നത്. ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള 2 കാര്യങ്ങളാണ് ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനും. ഇത് രണ്ടും ഫിൻലൻഡിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇക്കാര്യങ്ങളെ കുറിച്ച് യാതൊരു വറീഡല്ല. ഹൈ സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷനും ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയറും ഗവൺമെന്റ് സൗജന്യമായി നൽകുന്ന സംവിധാനങ്ങളാണ് ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത്. ഇവിടെ ഹൈ ലെവൽ ഓഫ് ട്രസ്റ്റ് ആണ്. ഇപ്പോൾ ബസ്സിൽ കയറുകയാണെങ്കിലും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ, ട്രെയിനിലോ ബസ്സിലോ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ, ഇതൊന്നും ആരും ചെക്ക് ചെയ്യുന്നില്ല. കാരണം ജനങ്ങൾ കൃത്യമായി നിയമങ്ങൾ പാലിക്കുന്നുള്ളത് കൊണ്ട് തന്നെ അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനിപ്പോൾ പാസ് എടുത്ത് ബസ്സിലും ട്രെയിനിലും ഒക്കെ പലതവണ യാത്ര ചെയ്ത് കുറേ ദിവസങ്ങളായി. ഒരു തവണ പോലും ഒരു ചെക്കറെ കണ്ടില്ല. പല സ്ഥലങ്ങളിലും ഡോറുകൾ തുറന്നിട്ടിരിക്കുകയാണ്. ടച്ച് ചെയ്യാതെ ആർക്കും കടന്നു പോകാവുന്ന രീതിയിലാണ് ഡോറുകളൊക്കെ പല സ്ഥലത്തും ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ജനങ്ങൾ ഗവൺമെന്റിലും ഗവൺമെന്റ് ജനങ്ങളിലും നൽകിയിരിക്കുന്ന ആ ഒരു വിശ്വാസം തന്നെയാണ് എല്ലായിടത്തും കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. എല്ലാ മേഖലകളിലും ഈ ഒരു വിശ്വാസം തന്നെയാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് സർവേകളെല്ലാം സൂചിപ്പിക്കുന്നത് അമേരിക്കയിലുള്ള ജനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്കയിലാണെങ്കിൽ അവർ കൂടുതൽ സേഫ് അല്ല എന്ന തോന്നലാണ് സർവേകളിലെല്ലാം തെളിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെയുള്ള ജനങ്ങളാണെങ്കിൽ അവർ പൂർണ്ണമായും സേഫ് ആണെന്നും യാതൊരു തരത്തിലുള്ള അബ്യൂസുകൾക്കും അവർ വിധേയരാകുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഗവൺമെന്റ് സംവിധാനങ്ങൾ നിലനിൽക്കുന്നുള്ളത് കൊണ്ട് തന്നെ പേടി ജനങ്ങളിലില്ലാത്തത് തന്നെ അവരിലെ സന്തോഷം വർദ്ധിപ്പിക്കുന്നു. ജനങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറയുമ്പോൾ പല സാഹചര്യങ്ങളും നമ്മൾ ഓർക്കുന്നത് ക്രൈം കുറവായി കഴിഞ്ഞാൽ സുരക്ഷിതരായി എന്നാണ്. ഇപ്പോൾ ഫിൻലൻഡിന്റെ കാര്യത്തിലാണെങ്കിൽ ക്രൈം തീരെ കുറവാണെന്ന് മാത്രമല്ല ഫൈനാൻഷ്യൽ സേഫ്റ്റിയുടെ കാര്യത്തിലും ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അവരെ സഹായിക്കുന്നതിന് ഗവൺമെന്റ് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന കുടുംബങ്ങൾ
കുടുംബങ്ങളാണെങ്കിലും വ്യക്തികളാണെങ്കിലും അവരെ സഹായിക്കുന്നതിന് വേണ്ടി വലിയ എഫോർട്ടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഒരു രീതിയിലുള്ള സ്ട്രെസ്സും അവരിലുണ്ടാക്കാത്ത എല്ലാ സാഹചര്യങ്ങളും ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. പുതിയ ഫാമിലിയുടെ കാര്യത്തിലാണെങ്കിൽ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ പ്രത്യേക ഗിഫ്റ്റ് അവരെ തേടിയെത്തും. കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ടാകും. ഓരോ ഫാമിലിയെയും ഇൻഡിവിജ്വലായി കെയർ ചെയ്യുന്ന ആ ഒരു സംവിധാനങ്ങളാണ് ഈ രാജ്യത്ത് നടപ്പാക്കിയിരിക്കുന്നത്. ജനസംഖ്യയുടെ കാര്യത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ അതേ രീതിയിൽ നടപ്പാക്കാനായിട്ട് ഗവൺമെന്റിന് സാധിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം വർക്ക് പ്ലേസിൽ നൽകിയിരിക്കുന്ന ആ ഒരു സന്തോഷകരമായ സാഹചര്യം തന്നെയാണ്. മെറ്റേണിറ്റി ലീവിന്റെ കാര്യത്തിലാണെങ്കിൽ 1 വർഷക്കാലമാണ് മെറ്റേണിറ്റി ലീവ് അനുവദിച്ചിരിക്കുന്നത്. 1 വർഷത്തിന് ശേഷം മാത്രം ജോലിയിലോട്ട് തിരികെ വന്നാൽ മതി. അവർക്ക് മുഴുവൻ സാലറിയിൽ ലഭിക്കും. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റ് ആ ഒരു കെയർ ആണ് ജനങ്ങൾക്ക് നൽകുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വലിയ പ്രാധാന്യം നൽകുന്ന സംവിധാനങ്ങൾ. അതോടൊപ്പം തന്നെ ഫുൾ ടൈം ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിലാണെങ്കിൽ 6 or 7 ആഴ്ച അവർക്ക് ആനുവൽ ലീവ് ലഭിക്കും. ഇഷ്ടമുള്ള സമയത്ത് അവർക്ക് ആനുവൽ ലീവ് എടുക്കാനുള്ള സൗകര്യവും എല്ലാ വർക്ക് പ്ലേസുകളിലും നിയമപരമായി ഗവൺമെന്റ് നൽകിയിരിക്കുന്നു. ഓരോ രാജ്യങ്ങളുടെയും സന്തോഷം വ്യത്യസ്തമാണ്. ഇപ്പോൾ അമേരിക്കയിൽ പോവുകയാണെങ്കിൽ അവിടെ നൈറ്റ് ലൈഫിന് കൂടുതൽ പ്രാധാന്യമുണ്ടെങ്കിൽ ഫിൻലൻഡിന്റെ തലസ്ഥാനമായ ഹെൽസിംകിയിൽ രാത്രി കാലത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു നൈറ്റ് ലൈഫ് ഇവിടെ കാണാനായി സാധിക്കില്ല. മിക്ക കടകളും തന്നെ നേരത്തെ അടയ്ക്കും. ജനങ്ങളൊക്കെ വീടുകളിൽ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവരുടെ ഒരു സന്തോഷം പകൽ സമയങ്ങളിലൊക്കെ ഫോറസ്റ്റിലൂടെ നടക്കുക, സൈക്കിൾ ചവിട്ടുക, പ്രകൃതിയുമായി കൂടുതൽ ഇണങ്ങി കഴിയുക, ഇക്കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നതും സന്തോഷം കണ്ടെത്തുന്നതും. നൈറ്റ് ലൈഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല സ്കാൻഡിനേവിയൻ കൺട്രികളിലൊന്നും. പലപ്പോഴും സന്തോഷം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ഫ്യൂച്ചറിനെ കുറിച്ച് അമിതമായി ആലോചിക്കുന്നതുകൊണ്ടാണ് എന്ന കണ്ടെത്തലുകൾ പല സൈക്കോളജിക്കൽ സർവേകളിലും ഉണ്ടായിട്ടുണ്ട്. സ്കാൻഡിനേവിയൻ കൺട്രികളിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഫ്യൂച്ചറിനെ കുറിച്ച് ഒട്ടും വറീഡല്ല. കാരണം അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും ഗവൺമെന്റ് നൽകുമെന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, മറ്റൊരു പ്രധാന കാര്യം അവർ കൂടുതൽ സമ്പാദിക്കാനോ കൂടുതൽ സ്വത്ത് ഏൺ ചെയ്യുന്നതിന് വേണ്ടി വലിയ പ്രാധാന്യം നൽകുന്നില്ല. അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ക്യാഷ് അവർ ഏൺ ചെയ്യുന്നു. അതുകൊണ്ട് സുഖമായി അവർ എൻജോയ് ചെയ്യുന്നു. ആ ക്യാഷ് ചെലവാക്കി അവർ സന്തോഷകരമായി ജീവിക്കുന്നു. ആ ഒരു സിസ്റ്റമാണ് എല്ലായിടത്തും നിലനിൽക്കുന്നത്. ഫാമിലി മെമ്പേഴ്സിനാണെങ്കിലും കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഗവൺമെന്റിന്റെ സപ്പോർട്ട് വളരെ നന്നായി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു രീതി ഇവിടെ നിലനിൽക്കുന്നതും. നമ്മുടെ രാജ്യത്താണെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് കാര്യമായ സപ്പോർട്ട് കുട്ടികളുടെ കാര്യത്തിലോ ഹയർ എഡ്യൂക്കേഷന്റെ കാര്യത്തിലോ, ഇനി സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ പഠിക്കാൻ പോകണം, മെഡിസിൻ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിനോ പഠിക്കാനായി പോകുന്ന സാഹചര്യത്തിൽ ഒരു ബാങ്ക് ലോൺ കിട്ടാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ്. അതല്ലെങ്കിൽ സ്ഥലത്തിന്റെ ആധാരമൊക്കെ പണയം വെക്കേണ്ടി വരും. ഇവിടെ അങ്ങനെ ഒരു രീതിയില്ല. പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയി നൽകുന്നു. ഏത് ചികിത്സയും സൗജന്യമായി നൽകുന്നു, അതും ലോക നിലവാരത്തിൽ തന്നെ. ഇതെല്ലാം സൊസൈറ്റിയിൽ കൃത്യമായി നടപ്പാക്കുകയും ആ കാര്യങ്ങളിലൊക്കെ ഗവൺമെന്റ് പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷകരമായി കഴിയുന്നതും. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അവർ ഫീൽ സെക്യൂർ എന്നാണ് കരുതിയിരിക്കുന്നത്. ആ രീതി തന്നെയാണ് രാജ്യത്തുള്ളതും. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ടെൻഷനുമില്ല. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർക്ക് ഒരു സമയങ്ങളിലും നേരിടേണ്ടി വന്നിട്ടില്ല. രാജ്യത്തെ ബഹുഭൂരിപക്ഷം ഏരിയയും ഫോറസ്റ്റ് ആണ്. 74% ഫോറസ്റ്റ് ഉള്ള ഒരു രാജ്യമാണിത്. എല്ലായിടത്തും മരങ്ങൾ ധാരാളമായി നമുക്ക് കാണാനാകും. കൂടുതൽ നേച്ചറുമായി ഇടപഴകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം അത് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണമായി കണക്കാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നല്ല ക്ലീൻ എയർ ആയിട്ടുള്ള രാജ്യം കൂടിയാണിത്. ക്ലീനസ്റ്റ് എയർ. അതുകൂടാതെ ഏത് ടാപ്പിൽ നിന്നും നമുക്ക് വെള്ളം നേരിട്ട് കുടിക്കാം. വെള്ളത്തിന്റെ പ്യൂരിറ്റി വളരെ ഹൈ ആണ്. മിനറൽ വാട്ടറിന് തുല്യമായ വെള്ളമാണ് എല്ലാ ടാപ്പുകളിലൂടെയും വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ടാപ്പിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് ആയി വെള്ളം എടുത്ത് കുടിക്കാം. അത് പല രാജ്യങ്ങളിലും നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും അത് ക്ലോറിനൊക്കെ കലർന്ന വെള്ളമാണെങ്കിൽ ഇവിടെ ഹൈ ക്വാളിറ്റി വാട്ടറാണ് എല്ലാ സ്ഥലങ്ങളിലൂടെയും വരുന്നത്. ഇതുപോലെ എല്ലാ മേഖലകളിലും ഏർപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു സംവിധാനങ്ങളാണ് നമുക്ക് കാണാനായി സാധിക്കുക. സ്കാൻഡിനേവിയൻ കൺട്രികൾ തിരഞ്ഞെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സന്തോഷകരമായി ജീവിക്കാനും സെറ്റിൽ ചെയ്യാനുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ഫിൻലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലോട്ട് വരിക. ഏറ്റവും കൂടുതൽ പീസ്ഫുൾ ആയി സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന രാജ്യങ്ങളാണ് സ്കാൻഡിനേവിയയിലുള്ളത്. ധാരാളം ജോലി സാധ്യതകളൊക്കെ ഈ രാജ്യങ്ങളിലൊക്കെ നിലനിൽക്കുന്നു. പലരും വന്ന് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന്റെ പ്രധാന കാരണവും ഇതാണ്. 4 വർഷം കഴിയുമ്പോൾ തന്നെ പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കുന്നു. ഒരു തവണ ഫിൻലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വരുന്നവർ തിരികെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്ക് കൂടുതൽ ക്യാഷ് ഏൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വളരെ സന്തോഷകരമായി ജീവിക്കാൻ പറ്റുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് എല്ലായിടത്തും കാണാനാവുക. ജനങ്ങളാണെങ്കിൽ വളരെയധികം വെൽക്കമിങ്. ധാരാളം പേരെ ഞാനിവിടെ വന്നതിന് ശേഷം കാണാൻ കഴിഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നവർ. അവരോട് ഞാൻ ചോദിച്ച പ്രധാന ഒരു കാര്യം, നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ തിരികെ പോകുമോ എന്നാണ്. അവർ പറഞ്ഞത് ഒരു കാരണവശാലും ഞങ്ങൾ തിരികെ പോകില്ല, ഫിൻലൻഡ് ഉപേക്ഷിച്ച് ഞങ്ങൾ എങ്ങോട്ടും പോകില്ല എന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും കുറച്ച് ദിവസക്കാലം നമ്മളിവിടെ താമസിക്കുമ്പോൾ ആ ഒരു ഫീൽ നമുക്കും ലഭിക്കുന്നതാണ്. കാരണം പുറത്തിറങ്ങുമ്പോഴൊക്കെ ആളുകളുടെ ആ സ്നേഹവും സപ്പോർട്ടും ഒക്കെ മറ്റൊരു രാജ്യങ്ങളിലും കിട്ടാത്തതാണ് നമുക്ക് ഫിൻലൻഡിൽ വരുമ്പോൾ ലഭിക്കുക. ഇത്രയധികം സന്തോഷകരമായ സെക്യൂർ ആയ ഒരു രാജ്യം നമുക്ക് മറ്റെങ്ങും കാണാനാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പുതിയ സ്ഥലം പരിചയപ്പെടുത്തുന്ന, മറ്റൊരു പുതിയ ലൈഫ് സ്റ്റൈൽ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.